വൈദ്യുതി മുടക്കാൻ സംസ്ഥാനത്തെ രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. UDF എന്നതോടെ സംസ്ഥാനത്ത് പവർ കട്ടും വന്നു എന്നാണ് ബിനോയ് വിശ്വം ആരോപിക്കുന്നത്. എല്ലാ ചെറുപ്പക്കാരും അല്ലാത്തവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫുട്ബോൾ മത്സരം കാണാൻ അവർക്കാകുന്നില്ല. എല്ലാ വീടുകളിലും ആ പ്രയാസങ്ങളുണ്ട്. ആശുപത്രികൾക്കെല്ലാം മുന്നോട്ട് പോകാനുള്ള ചെലവുകൾ ഏറിയിരിക്കുകയാണ്. ജീവിതമാകെ തന്നെ ഇന്നിപ്പോൾ അതിൻ്റെ ഞെരുക്കത്തിലാണ്. നമ്മളെല്ലാം ഓർക്കുന്നുണ്ട് 10 കൊല്ലത്തെ കാര്യം. LDF ഭരിച്ച 10 കൊല്ലം കേരളത്തിൽ പവർ കട്ടെന്ന ഒന്ന് ഉണ്ടായിട്ടേയില്ല. LDF പോയി, UDF വന്നു, പവർ കട്ടും വന്നു എന്ന് പറഞ്ഞാൽ UDF എന്നാൽ പവർ കട്ടെന്നാണ്. UDF എന്നാൽ വെളിച്ചത്തെ അകറ്റുന്നുവെന്നാണ്. UDF എന്നാൽ ഇരുട്ടിനെ വരവേൽക്കുന്നുവെന്നാണ്. അതാണ് രാഷ്ട്രീയം. LDF രാഷ്ട്രീയം വെളിച്ചമാണെങ്കിൽ UDF രാഷ്ട്രീയം ഇരുട്ടാണ്. LDF രാഷ്ട്രീയം പവർ കട്ടിനോട് യാത്ര പറഞ്ഞുവെങ്കിൽ UDF രാഷ്ട്രീയം പവർ കട്ടിനെ വരവേൽക്കുന്നുണ്ട്. ആ സത്യവും നാം തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് അവകാശമാണ് വൈദ്യുതി. അത് ഉറപ്പാക്കാൻ വേണ്ടി ഗവൺമെൻറ് എന്ത് പങ്ക് വഹിക്കണമോ ആ പങ്ക് വഹിക്കണം. ഇപ്പോൾ TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, ബിനോയ് വിശ്വം പറയുന്നതിനെ സാങ്കേതികമായി ശരിവെക്കാൻ പറ്റില്ല. കാരണം LDF വരുന്നതിന് മുമ്പ് അവസാന സമയത്ത് അപ്രഖ്യാപിതമായ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നു. അത് ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും സർക്കാർ മാറി വന്നു. പക്ഷേ ഇപ്പോൾ ഈ മഴക്കാലത്തടക്കം ഈ പറയുന്നത് പോലെ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും ഇത്തരത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് KSEB അറിയിപ്പ് നൽകിയിരുന്നു. എങ്കിലും അത് ഈ ഇന്ദിരാ പദ്ധതികൾ എന്ന നിലയിൽ, ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ദിരാ പവർ കട്ട് എന്ന നിലയിൽ പ്രതിപക്ഷം ഇതിനെ വിമർശിച്ച് തുടങ്ങിയിട്ട് ദിവസങ്ങളായി. അത് കൂടുതൽ ശക്തമാകും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ, അസാധാരണമായ പ്രതിസന്ധിയാണ്. അതിൽ കുറേ സാങ്കേതിക വിഷയങ്ങളുണ്ട്, മറ്റൊന്ന് രാഷ്ട്രീയം കൂടിയാണ്. കാരണം ആ ഒരു പ്രതിസന്ധിയിലാണ് ഈ വിഷയം കടന്നു പോകുന്നത്. ഇപ്പോൾ മഴക്കാലത്ത് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരുമെന്ന അസാധാരണ സാഹചര്യമാണ് ഈ വെല്ലുവിളി ഉണ്ടാക്കുന്നത്. അതിന് കാരണങ്ങൾ പലതുണ്ട്. ഒന്ന്, KSEBയുടെ വിശദീകരണ പ്രകാരം ഇപ്പോഴത്തെ സാഹചര്യം ഉണ്ടാക്കുന്നത് മഴക്കുറവ് തന്നെയാണ് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത്. മഴക്കുറവ് എന്ന് പറയുന്നത് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വേനൽക്കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങി ഉപയോഗിച്ചു. ആ വൈദ്യുതി വാങ്ങി ഉപയോഗിച്ചത് തിരിച്ചു കൊടുക്കണം. സെപ്റ്റംബർ മാസത്തിനുള്ളിൽ തിരികെ കൊടുക്കണം 500 മെഗാവാട്ട്. അത് കൊടുക്കേണ്ടി വരുന്നു എന്നതുകൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നതാണ് അവരുടെ ഒരു വാദം, KSEBയുടെ ഒരു വാദം. അതുകൊണ്ട് ഫലത്തിലുണ്ടാകുന്നത് മഴക്കാലത്ത് ഈ ദിവസങ്ങളിൽ മഴ കുറഞ്ഞതോടെ ആഭ്യന്തര ഉൽപ്പാദനം 30% കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം. ആ ആഭ്യന്തര ഉൽപ്പാദനം തന്നെ കുറയുന്ന സാഹചര്യമുണ്ടായി. ഇതോടുകൂടി സംസ്ഥാനം അസാധാരണ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നു. മറ്റൊരു രീതി വിശദീകരിക്കുന്നത് ഇതിൽ സോളാർ പാനൽ ഉപഭോക്താക്കളുടെ പ്രശ്നം അവരുണ്ടാക്കുന്ന വെല്ലുവിളിയാണ്. അതായത് വ്യാപകമായി സോളാർ പാനലുകൾ സ്ഥാപിക്കപ്പെട്ടെങ്കിൽ കൂടിയും അത് യഥാർത്ഥത്തിൽ KSEBക്ക് ഇപ്പോൾ വെല്ലുവിളിയാകുന്നു എന്നതാണ് KSEB അനൗദ്യോഗികമായി വിശദീകരിക്കുന്ന ഒരു കാരണം. കാരണം KSEB പാനൽ ഉപയോഗിക്കുന്നവർ പകൽ സമയത്ത് ഞങ്ങൾ ബോർഡിലേക്ക് പൂളിലേക്ക് വൈദ്യുതി നൽകുന്നു എന്ന ധാരണയിൽ രാത്രിയിൽ അമിതമായ വൈദ്യുതി ഉപഭോഗം നടത്തുന്നു. ഫലത്തിൽ രാത്രിയിൽ വൈദ്യുതിക്ക് ക്ഷാമമുള്ള രാത്രി സമയങ്ങളിൽ വൈദ്യുതി കൂടുതൽ ഉപയോഗം നടക്കുന്നു എന്ന സാഹചര്യം ഉണ്ടാക്കുന്നു. അതാണ് ഇപ്പോഴുണ്ടാകുന്ന സാഹചര്യം. അതായത് പകൽ സമയങ്ങളിൽ ആവശ്യത്തിലധികം വൈദ്യുതിയും രാത്രി സമയങ്ങളിൽ വൈദ്യുതി ലഭ്യത ഇല്ലാതാവുകയും ചെയ്യുന്നു എന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് രാത്രിയിലെ നിയന്ത്രണം ഇനിയും തുടരേണ്ടി വരും എന്ന് തന്നെയാണ് അവർ വിശദീകരിക്കുന്നത്. ഒരുപക്ഷെ 1 മണിക്കൂറോളമാണ് ഇപ്പോൾ നടക്കുന്ന നിയന്ത്രണം. അത് ഇനിയും ദിവസങ്ങളിൽ തുടരും. മഴ കുറഞ്ഞാൽ ഇനിയും ഒരുപക്ഷെ ഇത് നീണ്ടു നിൽക്കും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഈ പ്രതിസന്ധിക്ക് താൽക്കാലം പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്താൻ കഴിയില്ലെന്ന് തന്നെയാണ് വിശദീകരിക്കുന്നത്. അതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം. അതായത് നിലവിലെ പ്രതിസന്ധി തുടരുക തന്നെ ചെയ്യും. മഴക്കാലമാണ് എങ്കിൽ പോലും വൈദ്യുതി നിയന്ത്രണം തുടരും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷം അത് വലിയ തോതിൽ ആയുധമാക്കി മാറ്റുകയും ചെയ്യും. അത്തരം പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.